ജാസ്മിനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് ജാസ്മിന്റെ മുൻ കാമുകനായ അഫ്സൽ അമീർ. മാത്രമല്ല, താൻ ജാസ്മിന്റെ ഉപ്പയെയും ഉമ്മയെയും എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ടില്ല എന്നും അഫ്സൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അഫ്സൽ നീണ്ടൊരു കുറിപ്പും പങ്കുവച്ചു. ജാസ്മിന്റെ മാതാപിതാക്കൾ ഫാമിലി വീക്കിൽ ജാസ്മിനോട് പുറത്ത് അഫ്സൽ കാത്തിരിക്കുന്നുണ്ടെന്നും ഒന്നും വിഷമിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അഫ്സൽ നേരത്തെ സമ്മാനമായി നൽകിയ ഒരു ടെഡി ബിയർ നൽകുന്നുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ജാസ്മിൻ ആരാധകർ അത് ഏറ്റുപിടിച്ചു. അതേസമയം തന്നെ മറ്റു ചിലർ അഫ്സലിനെതിരായും പ്രതികരണങ്ങൾ നടത്തി. അഫ്സലിന് നിലപാടില്ല, ഓരോ സമയത്തും ഓരോന്ന് പറയുന്നു, ജാസ്മിനായി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്നത് എന്തിനാണെന്നൊക്കെ അഫ്സലിനോട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ തന്റെ നിലപാട് ഇപ്പോഴും അതുതന്നെയാണ്, അതുകൊണ്ടാണ് അതൊന്നും മാറ്റേണ്ട കാര്യമില്ലെന്നാണ് അഫ്സൽ അമീർ പറയുന്നത്. ദയവ് ചെയ്ത് തന്നെ ഈ വിഷയത്തിലേക്ക് വീണ്ടും വലിച്ചിടരുതെന്നും അഫ്സൽ അപേക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 74 ദിവസമായി താൻ ഒരുപാട് അനുഭവിച്ചെന്നും ഇനിയും 25 ദിവസങ്ങൾ കൂടിയുണ്ടെന്നും കാര്യങ്ങൾ കൂടുതലായി വഷളാകാൻ പോകുകയാണെന്ന് തനിക്ക് അറിയാമെന്നും അഫ്സൽ അമീർ കുറിക്കുന്നു. പക്ഷേ ഒരു കാരണവുമില്ലാതെയാണ് താനും തന്റെ വീട്ടുകാരും ഇതൊക്കെ അനുഭവിക്കുന്നതെന്നും തനിക്ക് ബിഗ് ബോസ് ഷോയിൽ നിന്നും ലഭിക്കുന്ന ഒരു ചില്ലി കാശ് പോലും വേണ്ടെന്നും അഫ്സൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ നടക്കുന്നതെല്ലാം ജാസ്മിനും മറ്റു ചിലരും ചേർന്ന് നടത്തുന്ന അടിസ്ഥാനരഹിതമായ നാടകങ്ങളാണെന്നും അഫ്സൽ പറയുന്നുണ്ട്. ജാസ്മിൻ എന്ന പേര് പോലും അഫ്സൽ പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന് മാത്രമാണ് അഫ്സൽ തന്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം മാസ്റ്റർ പ്ലാനുകളുടെ ഭാഗമല്ല താനെന്നും പ്രൈസ് മണിയായി ലഭിക്കുന്നതൊന്നും തനിക്ക് വേണ്ട, തനിക്കും ജോലിയും സമ്പാദ്യവും ഉണ്ട്, ജാസ്മിൻ വിജയിയായാൽ പോലും അത് തന്നെ ബാധിക്കില്ല എന്നും അഫ്സൽ പറയുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം തന്റെ ആരോഗ്യം പോലും നശിച്ചുവെന്നും നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു തരാൻ ഒരു പണത്തിനും സാധിക്കില്ല എന്നും അഫ്സൽ നിരാശനായി പറയുന്നുണ്ട്. ജാസ്മിന്റെ ഉപ്പ ജാസ്മിൻ നൽകിയ പാവയുടെ കാര്യത്തിലും അഫ്സൽ വിശദീകരണം നൽകുന്നു. താനത് ജാസ്മിന് ഫെബ്രുവരി 7-ാം തീയതി നൽകിയ ബൊമ്മയാണ്. ബിഗ് ബോസ് ഷോയിലേക്ക് നേരത്തെ തന്നെ അത് അയക്കുകയും ചെയ്തു. പക്ഷേ വലിപ്പം കൂടിയതുകൊണ്ട് അവരത് നൽകിയിരുന്നില്ല. തന്റെ കുറച്ച് വസ്ത്രങ്ങൾ ജാസ്മിന് കൊണ്ടുപോകുകയും മറ്റു ചിലത് താൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും അവർ നൽകിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഫ്സൽ ബിഗ് ബോസ് ടീമുമായി നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും അഫ്സൽ അമീർ പങ്കുവെക്കുന്നുണ്ട്. ബിഗ് ബോസ് ടീം ആകെ നൽകിയത് തന്റെ ഒരു സിൽവർ മോതിരമാണെന്നും അല്ലാതെ മറ്റൊന്നും ജാസ്മിന് നൽകിയില്ല എന്നും അഫ്സൽ വ്യക്തമാക്കുന്നു. തന്റെ ഭാഗത്തു നിന്നും നൽകിയ മറ്റൊരു സമ്മാനം വിഷു എപ്പിസോഡിൽ ജാസ്മിന് നൽകിയ ഫാമിലി ഫോട്ടോ ആണെന്നും ഇയാൾ പറയുന്നുണ്ട്. താൻ അയച്ച സാധനങ്ങളൊന്നും ബിഗ് ബോസ് ടീം ജാസ്മിന് നൽകാഞ്ഞത് മനഃപൂർവ്വമാണെന്നും അഫ്സൽ ആരോപിക്കുന്നു. ഈ ഒരു വിശദീകരണത്തോടെ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നതായും അഫ്സൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഉപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിൽ വന്നു പോയതിനു ശേഷം ജാസ്മിൻ സിജോയോട് തന്റെ വിവാഹത്തെ പറ്റി പറഞ്ഞതും ചർച്ചയായിരുന്നു. ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന് സിജോ ചോദിച്ചപ്പോൾ താൻ ഇവിടേക്ക് വരാൻ നേരത്തെ പുറത്തിറങ്ങിയാൽ കല്യാണം എന്ന രീതിയിലാണ് നിന്നത്. തന്റെ വീട്ടുകാർ വന്നപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചും തനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു വർഷത്തിനുള്ളിൽ കുട്ടിയുമാകുമെന്നും ജാസ്മിൻ സിജോയോട് പറയുന്നുണ്ടായിരുന്നു. സീൻ എന്നാണ് സിജോ ജാസ്മിന് നൽകുന്ന മറുപടി. ഇതിനുശേഷം ജാസ്മിന്റെ വീട്ടുകാരും അഫ്സലും ചേർന്ന് പ്രേക്ഷകരുടെ ഇമോഷൻ വെച്ച് നാടകം കളിച്ചുവെന്നൊക്കെയാണ് വിമർശനം ഉയർന്നത്. ഇതിന് മറുപടിയായാണ് ഇന്നിപ്പോൾ അഫ്സലിന്റെ കുറിപ്പും വന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.